നമ്മൾ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് പഹൽഗാമിലെ 2025 ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകി എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇത്രയും കാലം, ഇത്രയും വർഷങ്ങൾ ഇന്ത്യ ഏതൊക്കെ രീതിയിലാണോ ഭീകരവാദത്തിലൂടെ ആക്രമിച്ചത് അതിനെല്ലാം എണ്ണി എണ്ണി മറുപടി പറഞ്ഞിരിക്കുകയാണ് ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ. പത്താൻകോട്ടിന്, ബാലാകോട്ടിന്, ഉറിക്ക് പാർലമെന്റ് ആക്രമണത്തിന് 2008 166 ജീവൻ നഷ്ടപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിനും ഇന്ത്യ ഇന്ന് മറുപടി നൽകിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഇതിനു മുൻപ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഇത് മൾട്ടിപ്പിൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയണം. കൃത്യമായി തെരഞ്ഞെടുത്ത 9 പോയിന്റുകളിലാണ് 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് ദൈർഘ്യമുള്ള തിരിച്ചടി പ്രതിരോധം ഇന്ത്യ നൽകിയിട്ടുള്ള 9 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, പാക് അധീന കശ്മീരിലും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലും 1971 ശേഷം ഇതാദ്യമായിട്ടാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. അതും നമ്മുടെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടക്കാതെ, നമ്മുടെ നിയന്ത്രണ രേഖ കടക്കാതെയാണ് ഉള്ള ആക്രമണം. ആദ്യത്തെ പോയിന്റ് അത് പാകിസ്ഥാനിലെ മർക്കസ് സുബാനുള്ള, അത് ബഹാവൽപൂരിലാണ് ഈ മർക്കസ് സുബാനുള്ള ക്യാമ്പ് ഉള്ളത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ടാർഗറ്റ് പോയിന്റ് ഈ ബഹാവൽപൂർ തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്, ഇത് ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 100 കിലോമീറ്റർ, രാജ്യാന്തര അതിർത്തിയിൽ 100 കിലോമീറ്റർ അകലെയാണ് എന്നുള്ള കാര്യമാണ്. അവിടെയാണ് റഫാൽ വിമാനങ്ങൾ അവരുടെ ശക്തി തെളിയിക്കുന്നത്. 100 കിലോമീറ്റർ അകലെയുള്ള മർക്കസ് സുബാനുള്ള ക്യാമ്പിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്രമണം ഉണ്ടായത്. ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ബേസ് ക്യാമ്പായി ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഭീകരവാദികളുടെ, അവർക്ക് കൃത്യമായ ആയുധ പരിശീലനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് ഈ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും ജെയ്ഷെ മുഹമ്മദിനുള്ള, മസൂദ് അസറിനുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് അത് മുറിദ്കയാണ്, മർക്കസ് തൈബ. ഈ മർക്കസ് തൈബയും ശ്രദ്ധിക്കും. നമ്മൾ ഭീകരവാദത്തിനെതിരെയാണ് ആക്രമണം എന്ന് പറയുമ്പോൾ ആദ്യം ജെയ്ഷെ മുഹമ്മദ്, രണ്ടാമത് ലഷ്കർ എ തൊയ്ബ. ലഷ്കർ എ തൊയ്ബയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മുറിദ്കയിലെ ഈ മർക്കസ് തൈബയ്ക്ക് നേരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് 18 മുതൽ 25 കിലോമീറ്റർ ദൂരമുണ്ട് ഇത് നമ്മുടെ LOCയിൽ നിന്ന് ഈ മർക്കസ് തൈബ എന്ന് പറയുന്ന ഈ ഭീകരവാദികളുടെ പരിശീലന ക്യാമ്പിൽ നിന്ന്. ഇത് അജ്മൽ കസബിനെ 2008 ഭീകരാക്രമണം നമ്മുടെ രാജ്യം മറന്നിട്ടില്ല, നമ്മൾ ആരും മറന്നിട്ടില്ല. 166 ജീവനുകളാണ് നഷ്ടമായത്. അജ്മൽ കസബിന് പരിശീലനം നൽകിയത്, ഡേവിഡ് കോൾമാൻ ഹെഡിലേക്ക് പരിശീലനം നൽകിയത് ഈ മർക്കസ് തൈബയിൽ വെച്ചാണ് എന്നാണ് നമ്മുടെ സൈന്യം ഇന്ന് വിശദീകരിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ടാർഗറ്റ് പോയിന്റിലേക്ക് വന്നാൽ, മൂന്നാമത്തെ ടാർഗറ്റ് പോയിന്റ് അത് സിയാൽകോട്ടിലെ മെഹ്മൂന ക്യാമ്പാണ്. അവിടെയും ഭീകരവാദികൾക്ക് കൃത്യമായ പരിശീലനം നൽകിയതാണ്. അതും പാക് അധീന കശ്മീരിലാണ്. നിയന്ത്രണ രേഖയോട് നോക്കുമ്പോൾ 18 മുതൽ 20 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ മെഹ്മൂന ക്യാമ്പിൽ, അതായത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ മെഹ്മൂന ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ഹിസ്ബുൾ മുജാഹിദീന്റെ ക്യാമ്പാണ് ഈ മെഹ്മൂന ക്യാമ്പ്. ജമ്മു കശ്മീരിലെ കത്വ ക്ഷേത്രത്തിൽ ആക്രമണം നടന്നിരുന്നു. ആ ഭീകരവാദികൾക്ക് പരിശീലനം നൽകിയത് ഈ മെഹ്മൂന ക്യാമ്പിൽ വെച്ച് എന്നാണ് ഇന്ത്യൻ സൈന്യം ഇന്ന് വിശദീകരിക്കുന്നത്. മാത്രമല്ല, പത്താൻകോട്ടിലെ ആക്രമണത്തിനും പരിശീലനം നൽകിയത് മെഹ്മൂന ക്യാമ്പിൽ വെച്ചായിരുന്നു. ഇനി സിയാൽകോട്ടിലെ സർജാൽ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, അത് ഏറ്റവും അടുത്ത് കിടക്കുന്ന, LOCയിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്യാമ്പായിരുന്നു ഇത്. 6 കിലോമീറ്റർ ദൂരമാണ് LOCയിൽ നിന്ന് ഉള്ളത്. മാർച്ച് 2015 ജമ്മു കശ്മീരിൽ 4 പോലീസ് ജവാന്മാർക്ക്, ജമ്മു കശ്മീർ ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിരുന്നു ഭീകരാക്രമണത്തിൽ. അന്ന് അതിനെ പരിശീലിപ്പിച്ച, അവരെ ട്രെയിൻ ചെയ്തത് ഈ സർജാൽ ക്യാമ്പ്, സിയാൽകോട്ടിലെ ഈ സർജാൽ ക്യാമ്പ് എന്നാണ് ഇന്ന് ഇന്ത്യൻ സൈന്യം വിശദീകരിച്ചിരിക്കുന്നത്. ഇത് പാക്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ പാക് മണ്ണിൽ കയറിയാണ് നമ്മൾ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ ഷിംല കരാർ പാകിസ്ഥാൻ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. കരാർ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ അവരുടെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല. നമ്മൾ LOC ലംഘിക്കാതെയാണ് ഈ ആക്രമണം ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് കോട്ട്ലി അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പിലേക്ക് വന്നാൽ, ഇത് ഇവിടെയും ഭീകരവാദികൾക്ക് കൃത്യമായ പരിശീലനം നൽകുന്ന ഭാഗമാണ്. കോട്ട്ലി അബ്ബാസ് ക്യാമ്പ് എന്ന് പറയുന്നത് ലഷ്കർ എ തൊയ്ബയുടെ ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുകയാണ്. 15ഓളം തീവ്രവാദികൾക്ക് ഒരേ സമയം പരിശീലനം നൽകുന്ന ക്യാമ്പാണ് ഈ കോട്ട്ലി അബ്ബാസ് ക്യാമ്പ് എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ സൈന്യം വിശദീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഭിംബേറിലേക്ക് വന്നാൽ, നമ്മുടെ LOCയിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരമാണ് ഈ ഭിംബേറിലെ ബർനാല ക്യാമ്പിലേക്കുള്ളത്. ഇവിടെ എടുത്തു പറയുന്നത് IED പരിശീലനം നൽകുന്ന ക്യാമ്പാണ് ഈ ഭിംബേറിലെ ഈ ക്യാമ്പ്. അങ്ങനെ എല്ലാ തരത്തിലും ഭീകരവാദികളെ തെരഞ്ഞെടുത്തുകൊണ്ട്
അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രിസിഷൻ അറ്റാക്കാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂരിൽ ഉണ്ടായിരിക്കുന്നത്. പെഹൽഗാമിൽ 26 സാധാരണക്കാരായ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവർക്കുള്ള നീതി മാത്രമല്ല, 2008 മുതൽ വർഷങ്ങളായി നമുക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിനെതിരെയാണ് ഇന്ത്യ ഇന്ന് തിരിച്ചടിച്ചിരിക്കുന്നത്.